ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ 2-3 ദിവസമായി വെയിറ്റ് ചെയ്യുന്നു. വിഷയമൊക്കെ റെഡിയാക്കി വെച്ചിട്ടും എന്തോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സ്ലീപ്പിയാണ്, ഉറങ്ങിയാൽ മതിയാവുന്നില്ല. കുറച്ച് അലർജി സിംറ്റംസ് ഒക്കെ ഉണ്ട്, മേ ബി അതായിരിക്കാം. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വന്നങ്ങ് മാറ്റി വെക്കുന്ന അവസ്ഥ. പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. പക്ഷേ എനിവേ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേര് എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫെക്ഷൻ നോക്കിയിട്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും പെർഫെക്ഷൻ നോക്കി മാറ്റിവെച്ച് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഈ വോയിസ് കേട്ടോളൂ. പെർഫെക്റ്റ് അല്ലാത്ത ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇത്. നമ്മുടെ 8ാമത്തെ പോഡ്കാസ്റ്റാണിത്. പോഡ്കാസ്റ്റ് നമ്മൾ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുമിച്ച് കേൾക്കാനായിട്ട് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ 1 by 1 ആയിട്ട് കേൾക്കാം. അപ്പോൾ പെർഫെക്ഷൻ കൊണ്ട് മാറ്റിവെച്ചിട്ടുള്ള ജോലി എന്താണെങ്കിലും, പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ജോലി എന്താണെങ്കിലും അത് ചെയ്തുകൊണ്ട് വോയിസ് കേട്ടോളൂ. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ ഇന്നർ ചൈൽഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഗ്രൂപ്പും കൂടിയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഒരുപാട് പേർക്ക് സംശയമുള്ളതും ആഴത്തിൽ മനസ്സിലാക്കണം എന്നാഗ്രഹമുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഇന്നർ ചൈൽഡ്. അപ്പം നമുക്ക് ആദ്യം എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അല്ലെങ്കിൽ ഇന്നർ സെൽഫ് ഹീലിംഗ് എന്നുള്ളത് നോക്കാം. ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പേടികൾ, നമ്മുടെ സന്തോഷങ്ങൾ, ഇതിനെ എല്ലാറ്റിനെയും ചേർത്ത് തന്നെയാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇന്നർ ചൈൽഡിനെ നമുക്കൊരു വ്യക്തിയായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞായിട്ട് കാണാം, ഒരു സെൽഫായിട്ട് ഒരു കുഞ്ഞായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു മോളായോ മോനായോ ഒക്കെ നമുക്ക് കാണാം. അതായത് നമ്മുടെ നിറവേറിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലാം ഇന്നർ സെൽഫിൽ അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിൽ വരും. ഇതൊരു ഇമാജിനേഷൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇമോഷണൽ ഇംപ്രിൻ്റ് എന്നൊക്കെ പറയാം. നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലേയുള്ള ഇതുവരെ ജീവിച്ച നമ്മുടെ ഈ ഒരു വോയിസ് കേൾക്കുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുൻപുള്ള നിമിഷം വരെയുള്ള നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ ഇന്നർ സെൽഫായിട്ട്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് ക്ലിയർ ആവുമെന്നുള്ള അറിയില്ല. കുറേ കാലമായിട്ട് നമ്മുടെ ഫാബുലസ് ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നർ സെൽഫിനെ ഓൾറെഡി അറിയുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി, കുറേ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന, ഒരുപാട് പേടികളുള്ള, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സെൽഫ് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. അല്ലേ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേറൊരു വിളി വരുന്നുണ്ടാവും. അതായത് വേണ്ട, ചെയ്യണ്ട, എനിക്ക് പേടിയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ പേടിയാണ്, പണ്ടേ പേടിയാണ്, എനിക്കിപ്പോഴും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്നർ സെൽഫ്. ഇന്നർ ചൈൽഡിൻ്റെ വൂണ്ടൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇന്നർ ചൈൽഡിനെ ഏൽക്കുന്ന മുറിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ, ഇന്നർ സെൽഫിനെ ഹീല് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ചെറിയ പ്രായം മുതൽ ഈ ഒരു ഏജ് വരെ, നിങ്ങളുടെ വയസ്സ് എത്രയാണെങ്കിലും, 20 ആണെങ്കിലും 30 ആണെങ്കിലും 50 ആണെങ്കിലും 70 ആണെങ്കിലും, നിങ്ങളുടെ ചെറിയ പ്രായം മുതൽ ഈ വയസ്സ് വരെ എത്തുമ്പോൾ നിങ്ങൾ പല അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അല്ലേ, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെയും കഴിഞ്ഞിപ്പോൾ മറ്റൊരു ലൈഫിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളുടെ കുറച്ച് പാർട്ടൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സേവായി കിടക്കുന്നുണ്ടാവും. അത് വിശ്വാസങ്ങളായിട്ടും അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ആയിട്ടും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അത് ഓരോ വയസ്സിലും പല രീതിയിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ഇന്നർ സെൽഫിൻ്റെ വൂണ്ട്, അതായത് നമ്മുടെ ചെറിയ പ്രായം മുതലേ നമുക്ക് കിട്ടിയിട്ടുള്ള മുറിവുകൾ പല പ്രശ്നങ്ങളായിട്ടാണ് മുൻപിലേക്ക് വരിക. ആങ്സൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്രഷനായിട്ടോ പീപ്പിൾ പ്ലീസിങ് പോലുള്ള സ്വഭാവങ്ങളായിട്ടോ ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ പല അവസ്ഥയിലും നമ്മളെങ്ങനെ തേടിക്കൊണ്ടിരിക്കാറുണ്ടല്ലേ, അതായത് ശരിക്കും എന്താണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിധി നോക്കാറുണ്ട്. പലപ്പോഴും അത് ഇന്നർ ചൈൽഡിൻ്റെ പ്രശ്നമായിരിക്കും, ഇന്നർ സെൽഫിൻ്റെ പ്രശ്നമായിരിക്കും. ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ, ഈ ഒരു സൈക്കിള് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നർ ചൈൽഡിനെ ഹീല് ചെയ്യുന്നത്, സുഖപ്പെടുത്തുന്നത്. പേടിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തുന്നതിന് പകരം എന്തുകൊണ്ട് ഞാൻ പേടിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതെവിടെ നിന്നാണ് ഈ ഒരു പേടി സ്റ്റാർട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനോട് സംസാരിച്ച് അതിനെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്.
ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇത് എവിടെയോ കേട്ടിട്ടുള്ളൊരു എക്സാമ്പിളായിരുന്നു. അതായത് ചെറുപ്പത്തിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സമയത്ത് ഇതൊരു ക്രേസായിട്ടുള്ളൊരു പാർട്ടായിരുന്നു എൻ്റെ ലൈഫിൻ്റെ. ഇന്നർ ചൈൽഡിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ ഹീലിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ എന്താണ് കുറേ പ്രേതക്കഥകൾ, നമ്മൾ കസിൻസൊക്കെ ഒത്തുകൂടുമ്പോൾ പ്രേതക്കഥകളൊക്കെ പറയും അല്ലേ. പിന്നെ നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വാഴയില കണ്ടാൽ അല്ലെങ്കിൽ എന്തേലും കണ്ടാൽ നമ്മൾ നെട്ടിക്കഴിഞ്ഞാൽ ഇന്നും നമുക്കതൊരു നെട്ടലായിരിക്കും. ചെറുപ്പത്തിൽ നമുക്കൊരു പൂച്ചയെ പേടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാണിയെ പേടിയാണെങ്കിൽ അത് വലുതായാലും ആ പേടി അങ്ങനെ തന്നെ ഉണ്ടാവും. അതിലുള്ള ഒരു എക്സാമ്പിളാണ് പാറ്റ. എനിക്കിപ്പോഴും പേടിയാണ്, പാറ്റയെ ഇപ്പോഴും പേടിയാണ്. അതിനെ കണ്ടാൽ തന്നെ ഞാൻ ഓടും. ചെറുപ്പത്തിൽ ഈ ഒരു സാധനം പറക്കുന്ന സമയത്ത് വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ കൂക്കി വിളിച്ചപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. കൂക്കി വിളിച്ചപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കുഞ്ഞു പാവം ഞാൻ പേടിച്ചു. ഇന്നിപ്പോൾ ആ പേടി ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താവും, അത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. പിന്നെ നമ്മൾ എത്ര അതിൻ്റെ 100 ഇരട്ടി സൈസിലേക്ക് നമ്മൾ മാറിയാലും 1000 ഇരട്ടി സൈസിലേക്ക് നമ്മൾ അങ്ങ് വളർന്നാലും നമുക്കിതിനെ പേടിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ മുറിവാണ്. ഇതൊക്കെ മുറിവായിട്ട് കാണണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ കാണാം, നമുക്ക് ഫണ്ണി ആയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ചിരിച്ച പോലെ നിങ്ങൾക്ക് ചിരിക്കാം. ചിരിച്ച് തള്ളാൻ പറ്റാത്ത കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസ്. ചെറിയ രീതിയിലൊക്കെ, അതായത് ചെറിയൊരു തൊടൽ മാത്രമായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചെറിയൊരു വാക്കായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. ഞാൻ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ട്രോമയായിട്ട് മാറും. ഒരു സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായത് ഞാൻ പറയാം. ഒരു പെരുന്നാളിൻ്റെ അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പുറകിൽ ഒരാൾ കൈകൊണ്ട് തട്ടി. ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ സ്പീഡിൽ, എൻ്റെ മുഖം നോക്കി അയാൾ സ്പീഡിൽ നടന്നു പോയി. അന്ന് എൻ്റെ ഏജ് എന്ന് പറയുന്നത് 11 വയസ്സാണ്. പക്ഷേ ഞാൻ അത്യാവശ്യം കാണാൻ വലിപ്പമുള്ള കുട്ടിയാണ്. ഇയാൾ എന്തിനങ്ങനെ ടച്ച് ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ കരയുകയും ചെയ്തു. ഞാൻ അപ്പം തന്നെ ഉമ്മാനോട് പറഞ്ഞു അയാൾ എന്നെ തട്ടിയെന്ന്. അപ്പോൾ ഉമ്മ അയാളെ നോക്കുമ്പോഴേക്കും അയാൾ സ്പീഡിൽ അങ്ങ് പോയി. ഇന്നും എനിക്ക് അയാളുടെ രൂപം ഓർമ്മയുണ്ട്. ഇതുപോലുള്ള കുറേ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സെക്ഷൽ അബ്യൂസ് നേരിടാത്ത ആൾക്കാർ കുറവായിരിക്കും. ആൺകുട്ടികളാണെങ്കിലും നേരിട്ടിട്ടുണ്ടാവും. ആൺകുട്ടികളെ നമ്മളധികം ചർച്ച ചെയ്യാറില്ല, പക്ഷേ ആൺകുട്ടികളുടെ എക്സ്പീരിയൻസ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എൻ്റെ കസിൻസ് പറഞ്ഞിട്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും എനിക്ക് ആ ഒരു സംഭവം, അതുമാത്രമല്ല കുറേ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഓർക്കുമ്പോൾ എന്തിനാ അയാളന്നങ്ങനെ തട്ടിയത്? കുറേ കാലം ഇതൊരു പെയിനായിരുന്നു. അയാൾക്ക് തിരിച്ച് 2 അടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ എൻ്റെ അടുത്തുനിന്ന് പോകുമായിരുന്നു. പക്ഷേ അയാളങ്ങനെ തട്ടി ഒരു ചിരിയും ചിരിച്ച് പോയതുകൊണ്ട് എനിക്ക് അത് കുറേ കാലം ഭയങ്കര വിഷമമായിട്ട് നിന്നിട്ടുണ്ട്. ഈ ഒരു സംഗതി നടന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു +1 +2 പഠിക്കുന്ന സമയത്ത് ബസ്സിലെ കണ്ടക്ടർ ഈ പറഞ്ഞ പോലെ അയാൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ്, ഇങ്ങനെ തടവുക, നമ്മളുടെ പുറത്തിങ്ങനെ തടവിയിട്ടാണ് ടിക്കറ്റ് എന്ന് പറയുക. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് ഒരിക്കലും നല്ല ചീത്ത വിളിച്ചു. അയാൾ എന്നിട്ടും നിർത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം അയാൾക്കിട്ട് 2 കൊടുക്കുക തന്നെ ചെയ്തു. 2 നന്നായിട്ട് തന്നെ പൊട്ടിച്ചു. അത് ഭയങ്കര പ്രശ്നമായൊരു സംഭവമായിരുന്നു. ഞാൻ അയാളെ തിരിച്ച് തല്ലാനുള്ള ധൈര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം. കാരണം ഇങ്ങനെ ഇത് എത്രയാണ്, കുറച്ചൊരു ഉഷാറുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കുക എന്നുള്ളതൊരു രോഗമാണെങ്കിൽ അത് മാറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ 2 പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് വീട്ടിലൊക്കെ പറഞ്ഞ് അയാൾക്ക് വേറെയും മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതികരിക്കാതെ ആയിപ്പോകുന്ന ഏരിയാസ് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില വാക്കുകൾ നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇന്നും നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഇന്നിപ്പം നല്ലതായിരിക്കും, നമ്മളെല്ലാവരും പരസ്പരം നല്ല രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വൂൺസ് ഉള്ളിൽ കിടക്കും. നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കാനും കഴിയില്ല, കാരണം എല്ലാവരുടെ ലൈഫും മാറി. അതൊരു അബദ്ധമായിരിക്കാം, ഒന്നും സംസാരിക്കാനും പറ്റില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പെയിൻ ഉണ്ട്. നമുക്ക് കിട്ടുന്ന ഹേർട്ട് മാത്രമല്ല കേട്ടോ, നമ്മളും ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം അല്ലേ. ഇപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടപ്പോൾ 30 ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടപ്പോൾ ഒരാൾ ചോദിച്ചാണ്, എന്നെ ആൾക്കാർ ഹേർട്ട് ചെയ്തതിനേക്കാളും ഞാനാണ് ഹേർട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് ഹീൽ ചെയ്യാൻ പറ്റുമോ, അത് ആ ഒരു മുറിവ്
എനിക്ക് ഉണക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും മുറിവ് ഉണക്കാൻ കഴിയും കേട്ടോ. നമുക്ക് ഫൊർഗിവ്നെസ് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരോട് ഫൊർഗിവ്നെസ് ചോദിക്കാം. അതല്ലെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ പുറത്തു കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇതിൽ ഡീപ്പായിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അല്ലെങ്കിൽ ഇന്നർ സെൽഫ് ഹീലിംഗ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അടുത്ത 2 ദിവസം, എനിക്ക് ഡേറ്റ് മറന്നുപോയി, അടുത്ത 3 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഈ ഇന്നർ ചൈൽഡിന് അല്ലെങ്കിൽ ഇന്നർ സെൽഫിന് ഈ പറഞ്ഞ പോലുള്ള വൂൺസ് ഉണ്ടാകുമ്പോൾ ചിലരുടെ വാക്കുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്, എന്തോ ആയിക്കോട്ടെ, വേർബൽ അബ്യൂസ്, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ വാക്കിലൂടെ നോട്ടത്തിലൂടെയൊക്കെ നമുക്ക് അബ്യൂസസ് കിട്ടുമ്പോൾ അത് ആരോടും പറയാതെ ഇതൊക്കെ ട്രോമയായിട്ട് മാറും. ആരോടും പറഞ്ഞാലും നമുക്ക് അതിന് പരിഹാരം കിട്ടിയില്ല എന്നാണെങ്കിൽ അത് അവിടെ കിടക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. ഇത് നമ്മളെ സേഫ് അല്ല, ഈ വേൾഡിൽ നമ്മൾ സേഫ് അല്ല എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്തും. എനിക്ക് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്, ഈവൻ നടക്കാൻ പോകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, ഈ ഒരു കുറച്ച് കാലം മീൻസ് ഒരു കൊറോണയുടെ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റായിട്ട് ഒറ്റയ്ക്ക് പുറത്ത് നടന്നത്. കാരണം ഞാൻ സേഫ് അല്ല എന്നുള്ള തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ആരെങ്കിലും എന്നെ ആക്രമിക്കും എന്നുള്ള ഒരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ഒമാനിൽ നമ്മൾ നല്ല സേഫാണ്, നല്ല സേഫായിട്ടുള്ള കൺട്രിയാണ്. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ഇപ്പോൾ ആ ഒരു പേടി ഇല്ല. പക്ഷെ കുറേ കാലം ഈ പേടിയും കൊണ്ടാണ് ഞാൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നർ ചൈൽഡിന് അല്ലെങ്കിൽ ഇന്നർ സെൽഫിന് ട്രോമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൂൺസ് ഉണ്ടെങ്കിൽ, മുറിവുകളുണ്ടെങ്കിൽ നമുക്കൊരിക്കലും സേഫ്റ്റി ഫീൽ ചെയ്യില്ല. ഈവൻ നമ്മുടെ വീട്ടിൽ പോലും സേഫ്റ്റി ഫീൽ ചെയ്യില്ല. നമ്മൾ എപ്പോഴും, അതായത് ഇതല്ലെങ്കിൽ അത്, അതല്ലെങ്കിൽ ഇത്, ഇങ്ങനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്, അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക്, ഇങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടാണ് നമ്മൾ പെരുമാറുക. ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ കണക്ഷൻ ഇല്ലാതെയാണോ സംസാരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്ലീപ്പി ആയിരുന്നു, പക്ഷേ നിങ്ങളിലേക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് എത്തിക്കണം എന്നുണ്ട്. അതായത് അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോകും. ഇത് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ ഞാൻ എടുത്തു വെച്ചതുണ്ട്. അതിങ്ങനെ നീണ്ടു പോകുമ്പോൾ മനസ്സിലൊരു സുഖക്കുറവുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ, മീൻസ് പറയുന്നത് ഒരുമിച്ച് കറക്റ്റായിട്ട് പറയും, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആദ്യം മുതൽ കേട്ടാൽ ക്ലിയർ ആവും കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിൽ ഇന്നർ ചൈൽഡിനെ കുറിച്ച് പറഞ്ഞത് ഫസ്റ്റ് തന്നെ ഡീപ്പായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഒരു 2 തവണ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഇന്നർ ചൈൽഡിനെ അല്ലെങ്കിൽ ഇന്നർ സെൽഫിനെ നമ്മൾ ഹീലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കൂടാൻ തുടങ്ങും. നമ്മൾ പെട്ടെന്ന് വേണ്ടാത്ത കാര്യത്തിനൊക്കെ ആയിരിക്കും പൊട്ടിത്തെറിക്കുക. നമ്മൾ കുട്ടികളോടൊക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാവും. അതായത് കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളാണ് അല്ലേ. നമുക്ക് ചെറിയ പ്രായത്തിൽ വേണ്ടത്ര പരിഗണനയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടികളെ പരിഗണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രായത്തിൽ വേണ്ടത്ര സുഖവും സമാധാനവും കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്ന ആൾക്കാരോട് അസൂയായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മളൊരിക്കലും ഇമോഷണലി ഒരു സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്സ് ആൻഡ് ഡൗൺസ്, എപ്പോഴും മെൻ്റലി ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയായിരിക്കും. റിലേഷൻഷിപ്പിൽ സ്ട്രഗിളായിരിക്കും. എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നലായിരിക്കും. പെട്ടെന്ന് ട്രിഗറാവും. അതായത് ഒരാളൊരു വേർഡ് പറഞ്ഞാൽ തന്നെ ഇതെന്നെക്കുറിച്ചായിരിക്കുമോ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു വീഡിയോ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ സ്വഭാവം എനിക്കാണല്ലോ, അല്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കും. നമ്മൾ എത്ര നല്ലതാണെങ്കിലും നമ്മളിലുള്ള മോശമായിരിക്കും കാണാൻ ശ്രമിക്കുന്നത്. കാരണം ചുറ്റുപാടുള്ള ആൾക്കാർ ചിലപ്പോൾ ഏറ്റവും മോശമായിരിക്കാൻ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. ആ മോശം കേൾക്കാതിരിക്കാൻ നമ്മളെ ഒരുപാട് നന്നാക്കിയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് കാണുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കുറ്റങ്ങൾ തന്നെ ആയിരിക്കും. എപ്പോഴും ലോൺലിനെസ് ആയിരിക്കും. എത്ര പേര് ചുറ്റുമുണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും ഫീൽ ചെയ്യുക. ഉള്ളിൻ്റെ ഉള്ളിലുള്ള സംസാരങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. ഞാൻ സംസാരിച്ചത് അധികമായിപ്പോയോ, അല്ലെങ്കിൽ റോങ് ആയിപ്പോയോ, ഞാൻ ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു, ഇങ്ങനെ പറയണ്ടായിരുന്നു, ഇന്ന സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് നടക്കും. ഈ തീരുമാനം എടുക്കണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്നിങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഈ രീതിയിലുള്ള തോട്ട്സ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല.
ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഈ സമയമാകുമ്പോൾ എൻ്റെ ഇന്ന ജോലികൾ തീരുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെനിക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. നെഗറ്റീവായിട്ട് എല്ലാ ഏരിയാസിലും, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ ഏത് ഏരിയ എടുത്താലും മനസ്സെപ്പോഴും സംസാരത്തിലായിരിക്കും. ഇന്നർ ചൈൽഡിനെ ഹീലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നത്, സെൽഫ് ലവ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, നമുക്ക് നമ്മളോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നത്, നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവുന്നത്. നമുക്ക് നമ്മളോട് സോഫ്റ്റ് ആവാൻ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടും സോഫ്റ്റായിട്ട് പെരുമാറാൻ കഴിയും. നമ്മളോട് എത്ര ഹാർഡാവുന്നു അത്രത്തോളം നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് സോഫ്റ്റായിട്ട് പെരുമാറാൻ കഴിയില്ല, കാമായിട്ട് പെരുമാറാൻ കഴിയില്ല. നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്നാൽ തന്നെ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും, എല്ലാം കൂടി അങ്ങ് ഫുള്ളാവുന്നതായിട്ട് തോന്നും. എനിക്കൊരു സമയത്ത് ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലതായിരിക്കും, പക്ഷേ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് പിന്നെ ഞാൻ നിറഞ്ഞതായിട്ട് തോന്നും. പിന്നെ എനിക്ക് എന്നെ ആരും ടച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല. കുട്ടികളുടെ സൗണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഹസ്ബൻഡിൻ്റെ സൗണ്ട്, അതുപോലെ മണം, അല്ലെങ്കിൽ എല്ലാം ഒരു ഇറിറ്റേഷനായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ഓവർവെൽമിങ് ആവുന്നതാണ്. ഭർത്താവ് സ്നേഹത്തോടെ തൊട്ടാൽ പോലും അതൊരു ഇറിറ്റേഷൻ ആവുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഹീൽ ചെയ്യുമ്പോൾ ഇതൊക്കെയും ക്ലിയർ ആവും. നമ്മളെ ഹീലാക്കുന്നില്ലെങ്കിൽ, നമുക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ എല്ലാം കൂടി നമ്മുടെ ജീവിതം ഭയങ്കര കഷ്ടമായിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നിർത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ സക്സസ്. അതായത് പല പ്രശ്നങ്ങൾ ഞാൻ എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, അതെന്താ എനിക്ക് ഹസ്ബൻഡിൻ്റെ സ്മെല്ല് പോലും ഇഷ്ടപ്പെടാൻ പറ്റാതാവുന്നത്, അതായത് രാവിലെ ഇഷ്ടമുള്ള സ്മെല്ല് എന്തുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇഷ്ടാവുന്നില്ല. അത്രത്തോളം ഞാൻ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ മോർണിംഗ് മുതൽ വൈകുന്നേരം വരെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ പെട്ടെന്ന് എന്താ സ്വിച്ച് ഓഫ് ആക്കിയ പോലെ എനിക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഇഷ്ടക്കേട് തോന്നുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പിന്നീട് ഇമോഷണൽ ഇൻ്റലിജൻസിലൂടെ ഞാൻ പരിഹരിക്കാൻ തുടങ്ങിയത്. ഞാൻ അതിൽ തന്നെ സർട്ടിഫൈഡായി, അതിൽ തന്നെ കൂടുതൽ റിസർച്ച് ചെയ്ത് ഞാൻ ഇന്നും എൻ്റെ പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു വോയിസൊക്കെ കേൾക്കുമ്പോൾ കുറേ പേര് ഇതൊക്കെയും അനുഭവിക്കുന്നുണ്ടാവും, നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ നോർമലാണ്. നമ്മുടെ പാരൻസൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആരോട് എങ്ങനെ പറയാൻ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ക്ലിയറാക്കി കൊടുക്കുക, അല്ലേ? നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നല്ല കൃത്യമായിട്ടുള്ള നല്ല ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, നല്ല അതിർവരമ്പ്. ആരോടെന്ത് സംസാരിക്കാൻ പാടില്ല, എന്തൊക്കെ പറയാൻ പാടില്ല, ഗിൽട്ടില്ലാതെ നമുക്കിതൊക്കെയും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇന്നർ സെൽഫിനെ നമ്മൾ സുഖപ്പെടുത്തുമ്പോൾ മാത്രമാണ്. പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇന്നർ സെൽഫിനെ സുഖപ്പെടുത്തുമ്പോഴാണ്. ശരിയായ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു സെൽഫിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളെ ഹീൽ ചെയ്യുമ്പോഴാണ്. ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫൊർഗിവ്നെസ്സാണ് മെയിനായിട്ട് വരുന്നത്, പുറത്തു കൊടുക്കുക എന്നുള്ളത്. ഒന്ന് പാസ്റ്റിൽ നമ്മളെ ഹേർട്ട് ചെയ്ത ആൾക്കാർക്ക് പുറത്തു കൊടുക്കുക, നമുക്ക് പുറത്തു കൊടുക്കുക, സിറ്റുവേഷൻസിനെ പുറത്ത് ഒഴിവാക്കുക. നമുക്ക് ഫൊർഗിവ്നെസ് ആരോടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കുക, പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൂടുതലായിട്ട് കൊടുത്തു തുടങ്ങുക. ഇത് ശരിയായിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ് കേട്ടോ. എങ്ങനെയാണ് ഫൊർഗീവ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നത്തേതിനേക്കാളും ഫ്രീ ആവാനും കഴിയും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ ഏറ്റ മുറിവുകളൊന്ന് പേപ്പറിലേക്ക് എഴുതും. ആ സമയത്ത് നമ്മൾ ഒന്ന് ഡിസ്റെഗുലേറ്റഡ് ആവും, അതായത് ഹെഡേക്ക് കൂടും, ബോഡി പെയിൻ കൂടും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം നമ്മൾ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുകൂടി ഓർക്കല്ലേ. അപ്പോൾ ഈ പെയിനൊക്കെയും ഒന്ന് സർഫേസിലേക്ക് മൊത്തത്തിലൊന്ന് മുകളിലേക്ക് വരും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നർ ചൈൽഡിൻ്റെ വൂണ്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നത് നമുക്കെപ്പോഴും നമ്മൾ ചെറുതായിട്ട് തോന്നും. അതായത് നമുക്കിപ്പോൾ 40 വയസ്സായാലും 50 വയസ്സായാലും നമ്മൾ ആ ഒരു ഏജിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. ഓരോ പ്രായത്തിനും മെച്യൂരിറ്റി, നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി വേണം അല്ലേ. പക്ഷെ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. ആൾക്കാരെന്നെ കാണുന്നില്ല, മറ്റുള്ളവരെയൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ എന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര വേർത്തിയല്ല, ഞാൻ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള തോന്നൽ ഒരിക്കലും മാറില്ല ഇന്നർ ചൈൽഡിന് പ്രശ്നമുണ്ടെങ്കിൽ. പിന്നെ ഒന്നും തുറന്നു പറയാൻ തോന്നില്ല, അല്ലെങ്കിൽ പറയില്ല. എന്തുകൊണ്ട്? ഇവരെന്നെ ഒഴിവാക്കി പോയാലോ. അതായത് അബാൻഡൻമെൻറ്റ് വൂണ്ട് എന്നാണ് ഇതിനെ പറയാം, അബാൻഡൻമെൻറ്റ് വൂണ്ട്.
ആൾക്കാരെന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി, ഞാൻ അത്ര നല്ലതല്ല എന്നുള്ള തോന്നൽ, ഞാൻ ചെറിയ കാര്യത്തിൻ്റെ മുകളിലൊക്കെ പ്രതികരിക്കുകയാണ് എന്ന് സ്വയം തോന്നുക, അല്ലെങ്കിൽ നമ്മൾ ചെറുതിൽ തന്നെ അങ്ങ് ഒതുങ്ങി നിൽക്കുക. ഞാൻ പലപ്പോഴും എൻ്റെ കേസിൽ ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചോദിച്ചതല്ലാത്തൊരു സംഗതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഓക്കെ ഇറ്റ്സ് ഓക്കെ, ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു ഫോർക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്പൂണ് കിട്ടേണ്ട സ്ഥാനത്ത് ഫോർക്കാണ് കിട്ടിയതെന്ന് കൂട്ടുക. ഞാൻ വിചാരിക്കും ഓക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇതിനെ കൊണ്ടും കഴിക്കാമല്ലോ. അവർക്ക് മാറിപ്പോയാൽ അവരോട് ചോദിക്കണം. അതായത് ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അവരോട് അത് ചോദിക്കാം, അവരത് മാറ്റിത്തരും എന്നുള്ളതിന് പകരം ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലോ, ഇതല്ലല്ലോ വേണ്ടത്, ഇതല്ലേ, ഹസ്ബൻഡ് ചോദിക്കും, അല്ലെങ്കിൽ അവരോട് പറഞ്ഞത് കൊണ്ടുവരും. അതാണ് സാധാരണയായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ആ ചെറുതിൽ കിട്ടിയതിൽ ഒതുങ്ങാനായിട്ട് നോക്കും. എൻ്റെ മനസ്സിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ അവിടുത്തെ ഇപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയാൽ അവർക്ക് നമ്മളാണ് ശരിക്ക് എന്താണ്, ഒരാൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് നല്ലതാണ് അല്ലേ, അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു തരും. പക്ഷേ എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന തോട്ടാണ് വരിക. ഞാൻ ഏറ്റവും ചെറുതിൽ ഒതുങ്ങാനാണ് നോക്കുക. പരമാവധി ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യാതെ വെക്കുന്നൊരു അവസ്ഥ ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതായത് അത്ര പോലും ഒന്നിനും ചോദിക്കണ്ടല്ലോ, അല്ലെങ്കിൽ അവരെ വിളിക്കണ്ടല്ലോ. ഈ അടുത്തുണ്ടായൊരു എക്സാമ്പിൾ, ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് കുറച്ച് കറി ബാക്കിയുണ്ട്, നല്ല ടേസ്റ്റുള്ള കറി. ഒരു പൊറോട്ടയും കൂടി ഉണ്ടെങ്കിൽ ആ കറി കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ ഒരു പൊറോട്ടയ്ക്ക് മാത്രം അവരോട് പറയണ്ടേ, സാരമില്ല ഒപ്പിക്കാം. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഒരു പൊറോട്ട മാത്രം കിട്ടുമോ, ഇടങ്ങാറില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഹസ്ബൻഡ് ഇങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ ആൾക്ക് അറിയാം എൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഇത് എൻ്റെ ഇന്ന പ്രശ്നം കൊണ്ട് വരുന്നതാണ് എന്നുള്ളത് ഹസ്ബൻഡിന് അറിയാം. ഞാൻ ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്ന ആളാണ്. ചെറിയ പ്രായം മുതലേ ഒരുപാട് ട്രോമറ്റൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫിയർ എനിക്കുള്ളത്. എൻ്റെ പേടിയിൽ വരിക, അതായത് ഇപ്പോൾ ഞാനൊരു പൊറോട്ടയ്ക്ക് മാത്രം ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുമോ, ഈ രീതിയിലുള്ള തോട്ട്സാണ് എനിക്ക് വരിക. ഇതിൽ രസം എന്ന് പറഞ്ഞാൽ, ആദ്യമൊന്നും ഞാൻ ഹസ്ബൻഡിനോട് പോലും ചോദിക്കില്ലായിരുന്നു. എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പോലും പറയില്ലായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം ഞാൻ പേടിക്കേണ്ടതില്ല, അപ്പോൾ ഹസ്ബൻഡിനോട് പറയാം, ഹസ്ബൻഡ് വഴി ആ കാര്യം നടക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, നേരിട്ട് പറയുന്ന ലെവലിലേക്ക് മാറാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വൂണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമേ അല്ല, നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സംഗതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളുടെ മുമ്പിൽ ഭയങ്കരമായിട്ടുള്ള ധൈര്യമാണ് പ്രത്യേകിച്ചും കാണിക്കാറുള്ളത്. അവരുടെ മുമ്പിൽ ധൈര്യം കാണിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ആ ധൈര്യമാണ് നോർമൽ. ഫിയർ എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ അവർക്കൊരു സാധനം വേണമെങ്കിൽ അത് നേരിട്ട് ചോദിക്കാനോ, അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങാനോ, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനോ ഒന്നും അവർക്ക് മടിയില്ല. ഇപ്പോൾ നമ്മൾ മാളിലൊക്കെ നടക്കുന്ന സമയത്ത് ഈ പെർഫ്യൂമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുമല്ലോ, ഒരു കുഞ്ഞു പേപ്പറിലേക്ക് പെർഫ്യൂം അടിച്ചിട്ട്. എനിക്ക് ഈ സംഗതി വാങ്ങാൻ പേടി എനിക്കുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികളോട് പറയില്ല. ഞാൻ പറയും പോയി വാങ്ങിക്കോ, നല്ലല്ലേ എന്ന് പറയും. കുട്ടികളയക്കും, കുട്ടികൾ വാങ്ങും. എനിക്ക് ഈ പേടി എന്ന് പറയുന്നത് ആ പെർഫ്യൂം, അതിൻ്റെ ആ ഒരു പീസ് ഓഫ് പേപ്പർ അത് നമുക്ക് തന്നിട്ട് അവരെൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കോ, അതായത് അവരുടെ പെർഫ്യൂം ഞാൻ വാങ്ങണ്ടേ, അപ്പോൾ ഈ രീതിയിലുള്ള തോട്ട് എനിക്ക് വരും. ഇത്രയും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു പാർട്ട് ഒഴിവാക്കും. കുട്ടികളോട് പറയും, അവർ തരുമ്പോൾ വാങ്ങിക്കും, ഒരു പ്രശ്നവും അവർ വാങ്ങിക്കും. അപ്പോൾ അവർ കാണുന്നത് ധൈര്യമുള്ള പാർട്ട് മാത്രമാണ്. അതുകൊണ്ട് അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഇങ്ങനെയുള്ള ഫിയർ പാർട്ട് ഉണ്ട്. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് വഴക്കൊക്കെ കേട്ട് വളർന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള ഫിയറൊക്കെ നോർമലായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഷൗട്ട് ചെയ്യുന്ന ഒരു കാരണവരോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന, എല്ലാറ്റിലും പ്രശ്നങ്ങൾ മാത്രം കാണുന്നതാണെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഫിയർ വളരെ നോർമലായിരിക്കും. അത് നമ്മുടെ ലൈഫിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മളിതൊക്കെയും സംസാരിക്കുമ്പോഴും നമ്മളിങ്ങനെ ഒരു പാരൻ്റ് അല്ല എന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേറെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് മേ ബി അതിലായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായത് ഞാൻ എയർപോർട്ടിൽ, പറഞ്ഞതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾ ഇതിനു മുൻപ് കേട്ട ഒരു സംഭവമാണെങ്കിൽ വിട്ടുകളയാ. ഞാനും ചെറിയ മോനും മാത്രമായിട്ട് നാട്ടിൽ പെട്ടെന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1 വർഷം ആവാനായിട്ടുണ്ടാവും. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് എനിക്കൊരു കോഫി വേണമെന്ന് തോന്നി. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയമാണ്. തിരിച്ചു വരുമ്പോൾ ഒരു കോഫി വാങ്ങി. കുറേ സമയം ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന് വേണ്ടി. അപ്പോൾ ഒരു കോഫി വാങ്ങി. ആ കോഫിക്ക് മധുരമില്ലായിരുന്നു. ആ കോഫി വാങ്ങാൻ പോകുമ്പോൾ തന്നെ ഒരു ഭയങ്കര പേടിയുണ്ടായിരുന്നു.
എൻ്റെ പേടിയെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ പുറകിൽ നിന്ന് ആരെങ്കിലും ഷൗട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് എൻ്റെ ട്രോമയുടെ ഭാഗമാണ്. കോഫി വാങ്ങി അതിൽ ഷുഗറില്ല. എന്നിട്ട് ഉടനെ ഞാൻ മെസ്സേജ് അയച്ചത് ഹസ്ബൻഡിനാണ്, കോഫിയിൽ ഷുഗറില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ കൗണ്ടറിൽ ഉണ്ടാവുമല്ലോ, എനിക്ക് എടുത്തിട്ടാൽ പോരെ, ഓപ്പൺ ആയിട്ടാണല്ലോ കോഫി ഷോപ്പൊക്കെ ഉണ്ടാവുക, കൗണ്ടറിൽ നിന്ന് എടുത്തിട്ടാൽ മതിയല്ലോ. പക്ഷേ എൻ്റെ കാലും കൈയും പൊങ്ങുന്നുണ്ടായിരുന്നില്ല. ഒന്ന് പോയി ഒരു കുഞ്ഞു ഷുഗർ എടുത്തിട്ട് എൻ്റെ കോഫിയിലിട്ട് അതൊന്ന് മിക്സാക്കി കുടിക്കാൻ ഞാൻ വിചാരിച്ചു അഡ്ജസ്റ്റ് ചെയ്യാം, ആ കയ്പോട് കൂടി കുടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. മോന് വേണ്ട സംഗതി മോന് വാങ്ങിക്കൊടുത്തു. അത് മോൻ്റെ ആവശ്യം ആസ് എ പാരൻറ്റ് ഞാൻ ചെയ്തു കൊടുക്കും. ആൾ വേണ്ടത് എന്താണെന്ന് പറഞ്ഞ് ആളെ കൊണ്ട് തന്നെ, അതായത് മോന് പറ എന്നൊക്കെ പറഞ്ഞ് മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആൾക്ക് അത് നോർമൽ കാര്യമാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കത്തുന്ന തീ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും അന്ന് ആ കയ്പുള്ള കോഫി ഞാൻ അവിടെ നിന്ന് കുടിച്ചിട്ട് പിന്നെ ഞാനത് പിടിച്ച് നിന്നു. മീൻസ് എനിക്കൊന്ന് കരയണമായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ ചിന്തിച്ചിട്ട് എനിക്കൊന്ന് കരയണമായിരുന്നു. എൻ്റെ ട്രോമ ഇത്രയായിട്ടും ട്രോമ കംപ്ലീറ്റ് ആയിട്ട് ഹീലായിട്ടില്ലല്ലോ എന്നുള്ള, ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനിൽ പെടുമ്പോഴാണ് ഈ ഒരു പാർട്ട് ഹീലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുക. അപ്പോഴാണ് ആ ഒരു പാർട്ട് ഞാൻ ഇരുന്ന് ക്ലിയർ ആക്കുന്നത്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി, മീൻസ് ഒമാനിലെത്തി. ഏതൊരു ഫ്രീ ആയിട്ടുള്ള ടൈം, കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടോ ഹസ്ബൻഡ് ഇല്ലാതെ ഉള്ളൊരു ടൈം കിട്ടിയപ്പോഴാണ് ഇരുന്ന് കരഞ്ഞെഴുതി ഞാൻ ഒരു പാർട്ട് ക്ലിയർ ആക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രോമ ഉണ്ടായാലുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടെങ്കിലുള്ള അവസ്ഥ ഇതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സഹിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളെ ഡിപ്രഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിപ്രഷനിലായിരിക്കാം ഉള്ളത്. പക്ഷെ എല്ലാം ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ മാസ്ക് ചെയ്തിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. ഹൈഡ് ചെയ്ത് മാസ്ക് ചെയ്ത് നടക്കാതെ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത്ര വരെ കഷ്ടപ്പെട്ടു, ഇനി അങ്ങോട്ടേക്ക് ഫുള്ളസ്റ്റായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തേക്കുക. എൻ്റെ സ്റ്റോറി തന്നെ ആയല്ലേ ഒരുപാട് ഈ ഒരു പോഡ്കാസ്റ്റിൽ. പിന്നെ നമ്മുടെ ഇന്നർ ചൈൽഡിന് വൂണ്ടുണ്ടാവുമ്പോൾ നമ്മൾ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ടാണ് റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതുമാത്രമല്ല, നമ്മൾ റിയാക്ട് ചെയ്താൽ ഭയങ്കരമായിട്ട് നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ടാവും. നമുക്ക് റെസ്റ്റ് എടുക്കാനേ തോന്നില്ല കേട്ടോ. ഇന്നർ ചൈൽഡിന് വൂണ്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ട്രോമറ്റൈസ്ഡ് ആണ് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ ഒക്കെ ഗിൽട്ടായിരിക്കും. ഞാൻ റെസ്റ്റ് എടുക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു മെഷീൻ ആയിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. എപ്പോഴും വർക്ക് ചെയ്യണം, എപ്പോഴും എന്തെങ്കിലും ചെയ്യണം, ഞാനായിരിക്കണം എല്ലാവരെയും നോക്കുന്നത്, എൻ്റെ കൈ എല്ലായിടത്തും എത്തണം, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താലേ ശരിയാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്താണ്, ലവൊക്കെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോവും, അങ്ങേ അറ്റം വരെയും സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അലഞ്ഞ് നടക്കും. എല്ലാ വിധത്തിലും എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ ചെയ്യുന്നതിലൊക്കെയും അബദ്ധം സംഭവിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് അവെയർനെസ് ആണ്. അതായത് നമ്മളെ മനസ്സിലാക്കണം, ഓക്കെ ഇന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കൽ തന്നെയാണ്. പിന്നെ സ്വന്തത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. റീപാരൻറ്റിങ് ചെയ്യുക, നമ്മളോട് കൈൻഡായിട്ട് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ആ ഒരു കുഞ്ഞ് സെൽഫിനോട് അല്ലെങ്കിൽ പേടിയുള്ള സെൽഫിനോട് എഴുതി തുടങ്ങുക. എന്താണ് പ്രശ്നം, എങ്ങനെയാണ് തുടങ്ങിയത്, ഇന്ന പേടി ആരിലൂടെ തുടങ്ങിയതാണ്. ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആരെങ്കിലും എന്നെ വഴക്ക് പറയുന്നുള്ളതാണ് എൻ്റെ പേടി. ആരെന്നെ വഴക്ക് പറയണ്ടേ? ഇത്രയും 31 വയസ്സായ എന്നെ ആരാ വഴക്ക് പറയണ്ടേ? ഞാനൊരു മാളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം എടുത്ത് നോക്കുമ്പോൾ ആരാ എന്നെ വഴക്ക് പറയണ്ടേ? ഇപ്പോൾ എനിക്ക് കുറേ മാറിയിട്ടോ. ഞാനിപ്പോൾ ഫാർമക്കോ തെറാപ്പി ചെയ്യുന്നുണ്ട്. എൻ്റെ ആങ്സൈറ്റിയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും വൂൺസ് എവിടെയെങ്കിലും പേടിയുള്ളതുണ്ടെങ്കിൽ ഞാൻ എഴുതി നോക്കും, അല്ലെങ്കിൽ പ്രശ്നമുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ഞാൻ എഴുതി നോക്കും. ഈ ഒരു ട്രോമ മാത്രമല്ല, CPTSD മാത്രമല്ല, എനിക്ക് അല്ലാതെ ADHD ഓട്ടിസത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എനിക്ക്. അതൊക്കെ നമുക്ക് അടുത്തടുത്ത പോഡ്കാസ്റ്റിലൂടെ ഞാൻ ക്ലിയർ ആക്കാം കേട്ടോ. ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ ഫാർമക്കോ തെറാപ്പി, ഇപ്പോൾ അതായത് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തെറാപ്പി ചെയ്യാൻ വേണ്ടി തന്നെ കാരണമായത് ഞാൻ കുറേ ഹാൻഡിൽ ചെയ്തു. ഇനി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നായപ്പോൾ അങ്ങനെ ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ ക്ലിയർ ആക്കാം, അടുത്തടുത്ത പോഡ്കാസ്റ്റിലൂടെ ക്ലിയർ ആക്കാം. പിന്നെ ഈ ജേർണൽ എഴുതാമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമ്മളെ സമാധാനപ്പെടുത്താം. നല്ല നല്ല അഫർമേഷൻസ് നമ്മളോട് പറയാം. നമ്മൾ ഓൾറെഡി നല്ലതാണ് അല്ലേ? ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ല മനസ്സുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളായിരിക്കും,
മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമമായിട്ട് കാണുന്ന ആളായിരിക്കും. നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ നല്ലതുമായിരിക്കും. അപ്പോൾ ആ നല്ലത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ചെറുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കുട്ടികളുടെ കൂടെ കയറാൻ പറ്റുന്ന റൈഡുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്ന പ്ലേ ഏരിയാസ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ സ്റ്റാറ്റസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് സ്റ്റാറ്റസിൽ. ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്, ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതുണ്ട്. കാരണം കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ ഹീലാവുന്നുണ്ട്. നമ്മൾ ചിത്രം വരക്കുമ്പോൾ കളർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസം മാഗ്നറ്റ്സിൻ്റെ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഒമാൻ മാൾ ഓഫ് ഒമാൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവിടെ പോയ സമയത്ത് മാളിൻ്റെ പേരൊക്കെ എപ്പോഴും മാറിപ്പോവും. എന്തായാലും അവിടെ പോയ സമയത്ത് അവിടെ ഒരു പ്ലേ ഏരിയയിൽ നമ്മളൊരു ചാർജ് കൊടുത്ത് എത്ര മണിക്കൂറും കളിക്കാന്നുള്ള അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ മാഗ്നറ്റിക് ബ്ലോക്സ് കൊണ്ട് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിനെ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് വാട്സപ്പിൽ. അതൊക്കെ എന്നെ ഹാപ്പിയാക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഏരിയാസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാനേ തോന്നില്ല, അവിടെ തന്നെ ഇരിക്കും. ഒരു കോഫി ഷോപ്പിൽ പോകുന്നതിനേക്കാളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നതാണ് ഇങ്ങനെയുള്ള കളിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഇരിക്കുക, കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങുക. പിന്നെ സേഫായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കാണുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പോഡ്കാസ്റ്റ് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇന്നർ സെൽഫിൻ്റെ പ്രശ്നങ്ങൾ, ഇന്നർ ചൈൽഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന ആൾക്കാർക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനുണ്ടാവും. ഇതല്ല, ഇതിനേക്കാൾ ഏറെ ഉണ്ട് ഇന്നർ ചൈൽഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ഓൾറെഡി 30 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പുതിയ ഗ്രൂപ്പിൽ, നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്ത ലിങ്കിൽ ടച്ച് ചെയ്താൽ നേരെ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, അഡ്മിനെ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. 30 ദിവസത്തെ ഗ്രൂപ്പാണ് കേട്ടോ. 30 ദിവസം കൊണ്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത്. എഴുതാനുള്ള ടാസ്കുകൾ ഒരുപാടുണ്ടാവും, പ്ലസ് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാവും. അതായത് എക്സസൈസ് ചെയ്യുക. നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എഴുതുക കൂടുതലായിട്ടും, നമ്മുടെ മോശം അനുഭവങ്ങളാണല്ലോ കൂടുതലായിട്ടും എഴുതുക. അപ്പോൾ അതിൻ്റെ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി നിർബന്ധമാണ്. പുറത്ത് നടക്കലും എക്സസൈസ് ചെയ്യലും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യലൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടുള്ളതായിരിക്കും നമ്മുടെ അടുത്ത ഗ്രൂപ്പ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 19 വരെയാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പ്. അടുത്ത നല്ലൊരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതിനു മുൻപ് ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അവരുടെ അനുഭവങ്ങൾ താഴെ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം.